മലയാള സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട എപ്പിസോഡാണിത്. ഈ എപ്പിസോഡിൽ മലയാള സാഹിത്യത്തിൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഫേസിലുള്ള കുറേ ചോദ്യങ്ങളും അതിന് ഉത്തരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ മലയാള സാഹിത്യത്തിനെ പല എപ്പിസോഡുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ ടോപ്പിക്ക് തന്നെ പലതായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ഓരോ ഭാഗത്തു നിന്നും പരമാവധി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഓരോ എപ്പിസോഡും തയ്യാറാക്കാൻ എന്ന നിർബന്ധം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ചെറിയ എപ്പിസോഡുകളായിരിക്കാം, പക്ഷേ ആ ഭാഗത്തു നിന്നും PSC ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ കാര്യങ്ങളും ആ ഒരു എപ്പിസോഡിൽ ഉണ്ടാകും. അപ്പോൾ നമുക്ക് സമയം കളയാതെ എപ്പിസോഡിലേക്ക് കടക്കാം. ഏറ്റവും പ്രാചീനമായിട്ടുള്ള മലയാളം ലിപി ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരം വട്ടെഴുത്ത് എന്നാണ്. ഏറ്റവും പ്രാചീനമായ മലയാള ലിപിയാണ് വട്ടെഴുത്ത്. മലയാള ഭാഷയുടെ പിതാവ് ആരാണ്? മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നൊരു ചോദ്യമായിരിക്കാം, പക്ഷേ നിസാരമെന്ന് കരുതി നമ്മൾ കളയുന്ന ചോദ്യങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഒരു മാർക്കിനെ തന്നെ ഇല്ലാതാക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിസാരമെന്ന് കരുതി നമുക്കൊരു ചോദ്യത്തെയും കളയാനില്ല. അപ്പം മലയാള ഭാഷയുടെ പിതാവാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മലയാളത്തിലെ ആദ്യത്തെ കവി ആരാണെന്നറിയാമോ? മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛനാണെന്നറിയാം, പക്ഷെ മലയാളത്തിലെ ആദ്യത്തെ കവി എന്ന് പറയുന്നത് ചീരാമ കവിയാണ്. ചീരാമ കവിയാണ് മലയാളത്തിലെ ആദ്യത്തെ കവി. അദ്ദേഹത്തിൻ്റെ രാമചരിതമാണ് മലയാളത്തിലെ ആദ്യത്തെ കാവ്യം. അപ്പം എന്താണ്, മലയാളത്തിലെ ആദ്യ കവിയായ ചീരാമ കവിയുടെ രാമചരിതമാണ് മലയാളത്തിലെ ആദ്യത്തെ കാവ്യം. ഏറ്റവും പ്രാചീനമായ മലയാളം ലിപിയാണ് വട്ടെഴുത്ത്. മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. മലയാളത്തിലെ ആദ്യത്തെ കവിയാണ് ചീരാമ കവി. ചീരാമ കവിയുടെ രചനയാണ് രാമചരിതം. ഈ രാമചരിതമാണ് മലയാളത്തിലെ ആദ്യത്തെ കാവ്യം. മലയാളത്തിലെ ആദ്യത്തെ കാവ്യം ഏതാണ്? രാമചരിതം. രാമചരിതത്തിൻ്റെ ഭാഗങ്ങളെ പടലങ്ങൾ എന്നാണ് പറയുന്നത് കേട്ടോ, പടലങ്ങൾ. ഈ പടലങ്ങളുടെ എണ്ണം 164. രാമചരിതത്തിൽ 164 പടലങ്ങളാണ് ഉള്ളത്. ഇനി നമുക്ക് നേരെ മണിപ്രവാളത്തിലേക്ക് വരാം. മലയാളവും സംസ്കൃതവും ഇടകലർത്തിയിട്ടുള്ള രചനാ സംവിധാനത്തെയാണ് നമ്മൾ മണിപ്രവാളം എന്ന് പറയുന്നത്. മലയാളവും സംസ്കൃതവും ഇടകലർത്തിയ രചനാ സംവിധാനമാണ് മണിപ്രവാളം. മണിപ്രവാളത്തിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള കൃതിയാണ് ലീലാതിലകം. എന്താണ്? മണിപ്രവാളത്തിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള കൃതിയാണ് ലീലാതിലകം. അപ്പം മണിപ്രവാളം എന്ന് പറയുന്നത് മലയാളവും സംസ്കൃതവും ഇടകലർത്തിയ ഒരു രചനാ സംവിധാനമാണ്. അങ്ങനെയുള്ള മണിപ്രവാള കൃതികളുടെ ലക്ഷണങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള കൃതിയാണ് ലീലാതിലകം. മണിപ്രവാള സാഹിത്യത്തിലെ ലക്ഷണ ഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചാലും അതിനുത്തരം ലീലാതിലകമാണ്. അപ്പോൾ മണിപ്രവാളത്തിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള കൃതിയാണ് ലീലാതിലകം. മണിപ്രവാള സാഹിത്യത്തിലെ ലക്ഷണ ഗ്രന്ഥമാണ് എന്ത്? ലീലാതിലകം. ലീലാതിലകം സംസ്കൃത ഭാഷയിൽ എഴുതിയതാണ് കേട്ടോ. ഈ ലീലാതിലകത്തെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി എഴുതിയത് ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ്. ഉറപ്പായും ഈ ചോദ്യം നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് പല ആവർത്തി ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ലീലാതിലകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ്. അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി നോക്കുകയാണ്. നമ്മൾ ഒന്നാമതായിട്ട് പറഞ്ഞത് മലയാളത്തിലെ പ്രാചീനമായ മലയാള ലിപി ഏതാണ്? ഏറ്റവും പ്രാചീനമായ മലയാള ലിപി ഏതാണെന്ന് പറഞ്ഞു, വട്ടെഴുത്ത്. മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മലയാളത്തിലെ ആദ്യ കവിയാണ് ചീരാമ കവി. അദ്ദേഹത്തിൻ്റെ രാമചരിതം എന്ന കൃതിയാണ് മലയാളത്തിലെ ആദ്യത്തെ കാവ്യം. രാമചരിതത്തിൻ്റെ ഭാഗങ്ങളെ നമ്മൾ പടലങ്ങളെന്ന് പറഞ്ഞു. ആകെ രാമചരിതത്തിൽ 164 പടലങ്ങളാണുള്ളത്. മണിപ്രവാളം എന്ന് പറഞ്ഞാൽ മലയാളവും സംസ്കൃതവും ഇടകലർത്തിയ രചനാ സംവിധാനമാണ്. മണിപ്രവാളത്തിലെ ലക്ഷണങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള കൃതിയാണ് ലീലാതിലകം. മണിപ്രവാള സാഹിത്യത്തിലെ ലക്ഷണ ഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചാലും അങ്ങനെയാണ് ചോദ്യം വരുന്നതെങ്കിലും അതിനുത്തരം ലീലാതിലകം എന്നാണ്. ലീലാതിലകത്തെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി എഴുതിയത് ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ്. അങ്ങനെ നമ്മൾ 10 കാര്യങ്ങളാണ് ഇപ്പോൾ പഠിച്ചത്. ഇനി നമുക്ക് ബാക്കി നോക്കാം. ഈ മണിപ്രവാളത്തെപ്പറ്റി നമ്മൾ പറഞ്ഞല്ലോ, സംസ്കൃതവും മലയാളവും ഇടകലർത്തി എഴുതുന്ന രചനാ സംവിധാനമാണ്
മണിപ്രവാളം. ഈ മണിപ്രവാളത്തിൽ 2 തരത്തിലുണ്ട്. ചമ്പുക്കളുമുണ്ട്, സന്ദേശകാവ്യങ്ങളുമുണ്ട് മണിപ്രവാളത്തിൽ. ചമ്പു എന്ന് പറയുമ്പം ഗദ്യവും പദ്യവും ഇടകലർത്തിയ രചനയാണ് ചമ്പു എന്ന് പറയുന്നത്. അവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ്: കേരളത്തിലെ ആദ്യത്തെ ചമ്പു ഏത് എന്നുള്ളത്. അതിനുത്തരം ഉണ്ണിയച്ചി ചരിതമാണ്. രണ്ടാമത് ചോദിക്കാൻ സാധ്യതയുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ ചമ്പു ഏതാണെന്നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചമ്പു രാമായണം ചമ്പുവാണ്. അപ്പോൾ 2 ചോദ്യങ്ങളാണ്. ഒന്ന്, എന്താണ് ചമ്പുവിനെ പറ്റി ചോദിക്കാൻ സാധ്യതയുള്ള 2 ചോദ്യങ്ങളാണ്. ഒന്ന്, കേരളത്തിലെ ആദ്യത്തെ ചമ്പു ഏത്? അത് ഉണ്ണിയച്ചി ചരിതമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചമ്പു ഏത്? അത് രാമായണം ചമ്പുവാണ്. ഇനി നമുക്ക് സന്ദേശകാവ്യത്തിൻ്റെ കാര്യം നോക്കാം. സന്ദേശകാവ്യത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം കേരളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഏതെന്നാണ്. ഉണ്ണുനീലി സന്ദേശമാണ് കേരളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം. അപ്പം മണിപ്രവാളം കൃതികൾ 2 തരത്തിലാണ് പ്രധാനമായിട്ടും: ചമ്പുക്കളും സന്ദേശകാവ്യങ്ങളും. ചമ്പുക്കളെന്ന് പറഞ്ഞാൽ ഗദ്യവും പദ്യവും ഇടകലർത്തിയ രചനയാണ്. കേരളത്തിലെ ആദ്യത്തെ ചമ്പു ഉണ്ണിയച്ചി ചരിതമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചമ്പു രാമായണം ചമ്പുവാണ്. സന്ദേശകാവ്യത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശമാണ്. ഇനി അറബി മലയാള സാഹിത്യ പ്രസ്ഥാനത്തിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും പഴയ അറബി മലയാള കൃതി എന്ന് പറയുന്നത് മുഹിയുദ്ദീൻ മാലയാണ്. എന്ത്? മുഹിയുദ്ദീൻ മാല. ഖാസി മുഹമ്മദാണ് ഇത് എഴുതിയത്. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഇനി തെറ്റിക്കാൻ പാടില്ല. അറബി മലയാള സാഹിത്യ പ്രസ്ഥാനം നോക്കുമ്പോൾ ഏറ്റവും പഴയ അറബി മലയാളം കൃതി എന്ന് പറയുന്നത് മുഹിയുദ്ദീൻ മാലയാണ്. അതെഴുതിയത് ഖാസി മുഹമ്മദാണ്. മുഹിയുദ്ദീൻ മാല, ഖാസി മുഹമ്മദ്. മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കൂസ് ആണ് കേട്ടോ. മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം. അത് പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട പുസ്തകമല്ല, അത് ഓർത്ത് വെക്കുക. പൂർണ്ണമായിട്ടും മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ അത് സംക്ഷേപ വേദാർത്ഥമാണ്. എന്ത്? പൂർണ്ണമായിട്ടും മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം സംക്ഷേപ വേദാർത്ഥമാണ്. ഇതിനെ മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമെന്നും നമ്മൾ പറയാറുണ്ട്. എന്ത്? സംക്ഷേപ വേദാർത്ഥത്തെ മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമെന്നും പറയുന്നുണ്ട്. പൂർണ്ണമായിട്ടും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ഇത്, സംക്ഷേപ വേദാർത്ഥം. ഈ കൃതി രചിച്ചത് ക്ലെമൻ പിയാനിയൂസ് ആണ് കേട്ടോ. സംക്ഷേപ വേദാർത്ഥം രചിച്ചത് ക്ലെമൻ പിയാനിയൂസ് ആണ്. ഇത് റോമിലാണ് അച്ചടിക്കപ്പെട്ടത്. അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം. നമ്മൾ മണിപ്രവാള കൃതികളുടെ കാര്യമാണ് പറഞ്ഞത്. മണിപ്രവാളം ചമ്പുക്കളുമുണ്ട്, അതിൽ സന്ദേശകാവ്യവുമുണ്ട്. ഗദ്യവും പദ്യവും ഇടകലർത്തിയ രചനയാണ് ചമ്പുക്കൾ. കേരളത്തിലെ ആദ്യത്തെ ചമ്പുവാണ് ഉണ്ണിയച്ചി ചരിതം. കേരളത്തിലെ ഏറ്റവും വലിയ ചമ്പു രാമായണം ചമ്പുവാണ്. സന്ദേശകാവ്യത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ആദ്യ സന്ദേശകാവ്യം എന്ന് പറയുന്നത് ഉണ്ണുനീലി സന്ദേശമാണ്. ഇനി അറബി മലയാളം സാഹിത്യ പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ അറബി മലയാളത്തിലെ ഏറ്റവും പഴയ കൃതി എന്ന് പറയുന്നത് മുഹിയുദ്ദീൻ മാലയാണ്. ഇത് എഴുതിയത് ഖാസി മുഹമ്മദാണ്. മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കൂസ് ആണ്. പക്ഷേ പൂർണ്ണമായിട്ടും മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം സംക്ഷേപ വേദാർത്ഥമാണ്. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. ഈ കൃതി രചിച്ചത് ക്ലെമൻ പിയാനിയൂസ് ആണ്. അദ്ദേഹം റോമിലാണ് ഇത് അച്ചടിക്കപ്പെട്ടത് കേട്ടോ. റോമിൽ അച്ചടിക്കപ്പെട്ട പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. കേരളത്തിൽ നിന്ന് അച്ചടിച്ച ആദ്യത്തെ കൃതി ഏതാണെന്നറിയാമോ? കേരളത്തിൽ അച്ചടിച്ച ആദ്യത്തെ കൃതി എന്ന് പറയുന്നത് ഡോക്ട്രീന ക്രിസ്റ്റമാണ്. ഇത് തമിഴ് കൃതിയാണ്. കേരളത്തിൽ നിന്ന് അച്ചടിച്ച ആദ്യത്തെ കൃതി ഡോക്ട്രീന ക്രിസ്റ്റമാണ്. മലയാളം അച്ചടിയുടെ പിതാവെന്ന് പറയുന്നത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. മലയാളം അച്ചടിയുടെ പിതാവ് ബെഞ്ചമിൻ ബെയ്ലിയാണ്. അദ്ദേഹമാണ് കേരളത്തിലെ ആദ്യത്തെ പ്രസ്സായിട്ടുള്ള CMS പ്രസ്, കോട്ടയത്തെ CMS പ്രസ് സ്ഥാപിച്ചത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. മലയാളം അച്ചടിയുടെ പിതാവാണ് ആര്? ബെഞ്ചമിൻ ബെയ്ലി. 1821 അദ്ദേഹം എന്ത് ചെയ്തത്? CMS പ്രസ് കോട്ടയത്ത് സ്ഥാപിച്ചത്. അങ്ങനെ സ്ഥാപിച്ച CMS പ്രസ്സിലെ 1824 ആദ്യമായിട്ട് അവിടെ അച്ചടിച്ചൊരു പുസ്തകമുണ്ട്. അത് പൈതൽ കഥകളാണ്. പൈതൽ കഥകൾ അല്ലെങ്കിൽ കുട്ടിക്കഥകൾ. അത് 1824 CMS പ്രസ്സിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് പൈതൽ കഥകൾ അല്ലെങ്കിൽ കുട്ടിക്കഥകൾ എന്ന് പറയുന്നത്. നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്നും കൂടി നോക്കാം. ഏറ്റവും പ്രാചീനമായിട്ടുള്ള മലയാളം ലിപി വട്ടെഴുത്താണ്. മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. മലയാളത്തിലെ ആദ്യത്തെ കവി ശ്രീരാമകവിയാണ്. അദ്ദേഹത്തിൻ്റെ രാമചരിതമാണ് മലയാളത്തിലെ ആദ്യത്തെ കാവ്യം.
രാമചരിതത്തിൻ്റെ ഭാഗങ്ങൾ അറിയപ്പെടുന്നത് പടലങ്ങളെന്നാണ്. അങ്ങനെ രാമചരിതത്തിലാകെ 164 പടലങ്ങളാണുള്ളത്. മണിപ്രവാളം എന്ന് പറയുന്നത് മലയാളവും സംസ്കൃതവും ഇടകലർത്തിയ രചനാ സംവിധാനമാണ്. മണിപ്രവാളത്തിലെ ലക്ഷണങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള കൃതിയാണ് ലീലാതിലകം. മണിപ്രവാള സാഹിത്യത്തിലെ ലക്ഷണ ഗ്രന്ഥമാണ് ലീലാതിലകം. ലീലാതിലകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ്. മണിപ്രവാളം 2 തരത്തിലാണ് അതിലെ കൃതികളുള്ളത്, ചമ്പുക്കളും സന്ദേശകാവ്യവും. ചമ്പുക്കൾ എന്ന് പറഞ്ഞാൽ ഗദ്യവും പദ്യവും ഇടകലർത്തിയിട്ടുള്ള രചനയാണ്. കേരളത്തിലെ ആദ്യത്തെ ചമ്പുവാണ് ഉണ്ണിയച്ചി ചരിതം. കേരളത്തിലെ ഏറ്റവും വലിയ ചമ്പു ഏതാണ്? രാമായണം ചമ്പുവാണ്. സന്ദേശകാവ്യത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശമാണ്. അറബി മലയാളം സാഹിത്യ പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പഴയ കൃതി മുഹിയുദ്ദീൻ മാലയാണ്. എഴുതിയത് ഖാസി മുഹമ്മദാണ്. മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കൂസ് ആണ്. പക്ഷേ പൂർണ്ണമായിട്ടും മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം സംക്ഷേപ വേദാർത്ഥമാണ്. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഇതാണ്. ഈ കൃതി രചിച്ചത് ക്ലമൻ പിയാനിയൂസ് ആണ്. റോമിലാണിത് അച്ചടിച്ചത്. കേരളത്തിൽ നിന്ന് അച്ചടിച്ച ആദ്യത്തെ കൃതി എന്ന് പറയുന്നത് ഡോക്ട്രീന ക്രിസ്റ്റമാണ്. മലയാളം അച്ചടിയുടെ പിതാവ് ബെഞ്ചമിൻ ബെയ്ലിയാണ്. കേരളത്തിലെ ആദ്യത്തെ പ്രസ്സായിട്ടുള്ള CMS പ്രസ് കോട്ടയത്ത് സ്ഥാപിച്ചത് ബെഞ്ചമിൻ ബെയ്ലിയാണ് 1821. ഈ പ്രസ്സിൽ 1824 ആദ്യമായിട്ട് അച്ചടിച്ച പുസ്തകമാണ് പൈതൽ കഥകൾ അല്ലെങ്കിൽ കുട്ടിക്കഥകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. ഇത് വീണ്ടും വീണ്ടും കേട്ട് ഈ കാര്യങ്ങൾ മുഴുവൻ പഠിക്കുക. ഇതിന് തുടർച്ചയായിട്ടുള്ള മലയാള സാഹിത്യത്തിൻ്റെ എപ്പിസോഡുകളിൽ കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, കൂടുതൽ അറിവുകളുണ്ടാകും. അപ്പോൾ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം.